ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു അടപ്രഥമൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒത്തിരി ലേറ്റായി പോയെന്നറിയാം, എന്നാലും നമുക്ക് നോക്കിയാലോ. ഇത് 200 ഗ്രാമിൻ്റെ റൈസ് അടയാണ്. അപ്പോൾ ഞാനിത് ചൂടുവെള്ളത്തിലേക്ക് ഇടുകയാണ്. 15 മിനിറ്റ് കുക്ക് ചെയ്യണം, എന്നാലും ഇത് നന്നായിട്ട് വേവണം കേട്ടോ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മളത് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അടപ്രഥമന് ആവശ്യമായിട്ടുള്ള അടയാണ് ഇത്. 200 ഗ്രാം ആട്ടോ അട വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 15 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വേവിച്ചാൽ കുക്കാവത്തുള്ളൂ കേട്ടോ. പിന്നെ ശർക്കര, ഒരു 1/2 കിലോ ശർക്കര ഞാൻ പാനിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 പാല്, 1.5 തേങ്ങയുടെ 1/4 പാല് കേട്ടോ. പിന്നെ 2 പാല്, നെയ്യ്, ചുക്ക്, ഏലക്ക പൊടിച്ചത്, തേങ്ങാക്കൊത്ത്, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, പിന്നെ മിൽക്ക് മെയ്ഡ്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം വറുത്ത് പോരണം. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നെയ്യ് ഒഴിച്ച് അട വഴറ്റണം. നെയ്യ് ഇടുവാണേ. 2 സ്പൂൺ നെയ്യ് ഇടുന്നു കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന മലനാടിൻ്റെ നെയ്യാട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് വറുക്കണം. തേങ്ങാക്കൊത്ത് നല്ലപോലെ റോസ് കളറാകുന്നത് വരെ വറുത്ത് പോകണം. ചുമക്കട്ടെ. ചെറിയ ചുമന്ന് നിറമാകുമ്പം ഇതിനകത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർത്ത് കോരിയെടുക്കണം. റോസ് കളറായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടായി വരുമ്പോൾ മുന്തിരിങ്ങയും കൂടെ ഇട്ടിടണം. ഇനി മുന്തിരിങ്ങ ചേർക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റുവാണ്. ഇതെല്ലാം കോരി മാറ്റിയിട്ട് അടയിട്ടിട്ട് നല്ലപോലെ നെയ്ക്കകത്ത് വരട്ടുക. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് അടയിട്ട് തട്ടിയെടുക്കണേ. നെയ്യൂടെ ചേർക്കുക കേട്ടോ. കുറവ് നെയ്ക്കകത്ത് വരണ്ട് വരുമ്പോൾ ശർക്കരപ്പാനി ചേർത്ത് ശർക്കരപ്പാനിയിൽ വരട്ടിയെടുക്കാം. ശർക്കരപ്പാനി വെള്ളം വറ്റി കുറുകി വരുമ്പോൾ തേങ്ങയുടെ 2 പാൽ ഒഴിക്കും. നല്ലപോലെ നെയ്ക്കകത്ത് വരട്ടിയിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനി ചേർക്കും കേട്ടോ. ഒരു 1/2 കിലോ ശർക്കരയുണ്ട് കേട്ടോ. ഇത് ഉരുക്കി അരിച്ചു വെച്ചതാണ്. ശർക്കരയ്ക്കകത്ത് ചിലപ്പോൾ കല്ലൊക്കെ കാണും. ഇത് നല്ലപോലെ ശർക്കരപ്പാനി കിടന്ന് കുറുകി വരണം. വറ്റി ശർക്കരപ്പാനി ഇങ്ങനെ അടയിൽ പിടിച്ച് മധുരമാവണം. അതുവരെ വരട്ടിയെടുക്കണം നന്നായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ശർക്കരപ്പാനിയിൽ അട നല്ലപോലെ വരണ്ടിട്ടുണ്ട് കേട്ടോ. കുറുകി വന്നിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങയുടെ 2 പാൽ ഒഴിക്കുക കേട്ടോ. ഇതിനെ ഒന്ന് തിളച്ച് കുറുകി വരണം. എന്നിട്ട്
ലാസ്റ്റ് നമ്മൾ ഒന്നാം പാലൂടെ ചേർത്ത് ഇളക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ഓഫ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ തിള വരാനേ പാടുള്ളൂ, ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. നമുക്കിതിനാവശ്യമുള്ള ഏലക്കയും ചുക്കുപൊടിയും കൂടെ ചേർക്കാവേ. ഒരു നുള്ളു ചുക്കുപൊടി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തൂടെ ചേർക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ. അപ്പം നമ്മുടെ പായസം റെഡി.